السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العلي العظيم. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമുക്കേവർക്കും പ്രിയങ്കരനായ നമ്മുടെ മഹല്ലത്തിൻ്റെ മുത്തവല്ലി, വളരെ ക്ഷീണിതനാണെങ്കിലും നല്ല സാരവത്തായൊരു ഉപദേശം കൊണ്ട് പ്രഭാഷണത്തിൻ്റെ ഉൾക്കാമ്പുകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രഭാഷണം നടത്തി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഈ വേദിയിൽ നമുക്കറിയാം, നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ അജയ്യനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ടി.കെ. അബ്ദുൽ അസീസ് സാഹിബ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ബഹുമാന്യരായ അനീഫ് ഉസ്താദ് അവറുകൾ, അതുപോലെ നമ്മുടെ ജനറൽ സെക്രട്ടറി നമുക്ക് സ്വാഗതമരുളിയ, നമുക്കെല്ലാ കാര്യങ്ങളും ഉദാത്തമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് കുനി സാഹിബ് അവറുകൾ, നമുക്കെല്ലാം സുപരിതനും നമ്മുടെ കൂടെ എപ്പോഴും എല്ലാ കാര്യങ്ങളും സജീവ സാന്നിധ്യമായ നമ്മുടെ ട്രഷറർ അഡ്വക്കേറ്റ് ഉമർ സാഹിബ് അവറുകൾ, പ്രവാസ ലോകത്തിൽ നിന്ന് നമുക്ക് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തിരുന്ന, പ്രത്യേകിച്ചും കഴിഞ്ഞ റമളാനിലൊക്കെ മുത്തഅല്ലിങ്ങളുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ സജീവമായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട വന്യരായ ഹമീദ് സാഹിബ് അവറുകൾ, നമ്മളെ കമ്മിറ്റിയുടെ യുവചേതനയുടെ ആവേശമായ അർഷദ് സാഹിബ് തുടങ്ങിയ നമ്മുടെ മുഅദ്ദിൻ ബഹുമാനപ്പെട്ട നാസിർ ഫൈസി ഉസ്താദ് അവറുകൾ, വേദിയിലും സദസ്സിലുമായി വന്നിരിക്കുന്ന മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, നാട്ടുകാർ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, മുത്തഅല്ലിമീങ്ങളുടെ രക്ഷിതാക്കളായി എത്തിച്ചേർന്ന പ്രിയങ്കരായ രക്ഷിതാക്കൾ, ഒരു നീണ്ട സംസാരത്തിന് ഈ സമയം അനുചിതമാണ്. നമ്മുടെ കുട്ടികളുടെ ഇമ്പമാർന്ന കലാപരിപാടികൾ അതിന് സമാപനത്തോടെത്തുമ്പോൾ കർണാനന്ദകരമായ ഇശലിൻ്റെ ശൈലിയിൽ ഖവാലിയുടെ സദസ്സും ബുർദ സദസ്സും ആസ്വാദക രംഗത്തെ അനുഭൂതിയായ ഇശലിൻ്റെ താളങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടിക്കൊണ്ട് സ്റ്റെപ്പ് വെക്കുന്ന ദഫ് പ്രോഗ്രാം അടക്കം നടക്കാനുണ്ട്. അതിൻ്റെ മുമ്പായി നമ്മുടെ പ്രഗത്ഭമതികളായ ആളുകളുടെ ഹൃശ്യമായ വാക്കുകളോടെ ആശംസയും നടക്കേണ്ടതുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനം സമുചിതമായി ലോക മുസ്ലിങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ കണ്ടഞ്ചേരി മഹല്ല് കമ്മിറ്റിക്ക് കീഴിൽ 2-3 ദിവസത്തെ പ്രോഗ്രാമുകൾ ഇന്ന് ആരംഭം കുറിക്കുകയാണ്. പ്രവാചകന്റെ ജീവിതത്തെ അയവിറക്കുകയും പ്രവാചക ജീവിത ദർശനങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ട് ആ പ്രവാചക ജീവിതത്തിലേക്ക് സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുപോവുക എന്നതാണ് ഇത്തരം ആഘോഷ പരിപാടികളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അകക്കമ്പ് എന്ന് പറയുന്നത്. ഞാൻ കൂടുതലൊന്നും സൂചിപ്പിക്കുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൻ്റെ മാതൃകയാണ്. ആ പ്രവാചകൻ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് ഉദാത്ത മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ ആ മാതൃകയാണ് ലോകത്തിന് കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. നമുക്കറിയാം, പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ മഹത്തായിരിക്കുന്ന പ്രതീകമാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു ഉറുദു കവി പാടുകയുണ്ടായി, ലോകം മുഴുവനും ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാചകനെയാണ് എന്ന്. റസായേ ഖുദാ ചഹതായേ ദോ ആലം, ഖുദാ ചഹതായേ റസായേ മുഹമ്മദ്, റസായേ ഖുദാ ചഹതായേ ദോ ആലം. ലോകത്തുള്ള സകലമാന വസ്തുക്കളും ദൈവാസ്തിത്വത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ
ലോകം മുഴുവനും ദൈവത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ആ ദൈവമോ ഖുദാ ചഹ്താഹേ റസായേ മുഹമ്മദ്, ആ ദൈവം മുഹമ്മദിനെ അന്വേഷിക്കുകയാണ്. ഈ മുഹമ്മദ് ലോകം അന്വേഷിക്കുക. എന്തുകൊണ്ട്? ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഖ്ലാഖ്, പ്രവാചകരെ അങ്ങേ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ലെന്ന് മഹാനായ നബിയുടെ ജന്മത്തിനെ സംബന്ധിച്ച്, ഹബീബായ നബിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. മാത്രമായില്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്നു, നല്ലൊരു യുവാവായിരുന്നു, നല്ല ഒരു കുടുംബനാഥനായിരുന്നു, നല്ലൊരു പിതാവായിരുന്നു, നല്ലൊരു ഭരണാധികാരിയായിരുന്നു, നല്ല ഒരു യോദ്ധാവായിരുന്നു, നല്ലൊരു നീതിമാനായിരുന്നു, നല്ലൊരു അഡ്വക്കറ്റായിരുന്നു, നല്ലൊരു ജഡ്ജിയായിരുന്നു. ലോകത്തിന്റെ നിഖില മണ്ഡലങ്ങളിലും ഏതൊക്കെ രൂപത്തിൽ ഒരു മനുഷ്യന് വിരാജിക്കാൻ കഴിയുമോ ആ രംഗങ്ങളിലെല്ലാം വിജയത്തിന്റെ സോപാനം തീർത്തുകൊണ്ട് ലോകത്തിന് മാതൃകയാക്കിയ ഒരു മഹാമനുഷ്യയാണ് ലോകം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, പ്രവാചകൻ വ്യക്തിപ്രഭാവത്തിലും സ്വഭാവ ഗുണത്തിലും ലോകം കണ്ട ഒന്നാം നമ്പർ മനുഷ്യനാണ്. ആ സൃഷ്ടിപ്പ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടിപ്പിൽ ഏറ്റവും ലോകത്തിന് മാതൃകയാണ്. നമുക്കറിയാം, ഉദാഹരണമായി പറഞ്ഞാൽ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിച്ചു കൊണ്ടിരിക്കുന്ന വിയർപ്പ് കണങ്ങൾ പോലും സുഗന്ധമാണ്. അത് പ്രവാചകന്റെ പത്നിമാർ പോലും സുഗന്ധമായി ഉപയോഗിച്ചതാണ്. 63 വയസ്സിൻ്റെ ഇടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഒരീച്ച പോലും ഇരുന്നിട്ടില്ല, ഒരു കൊതുകിരുന്നിട്ടില്ല. പ്രവാചകൻ നടന്നു നീങ്ങുമ്പോൾ പ്രവാചകന് നീരുണ്ടായിരുന്നില്ല. ഇനി വഫീ ഖുലുഖിൻ, സ്വഭാവത്തിലോ സ്നേഹത്തിന്റെ നിങ്ങൾ ഭൂമി ലോകത്തുള്ളവരോട് കരുണ കാണിച്ചാൽ വാനലോകത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. കാരുണ്യത്തിന്റെ പ്രതീകമാണ്. വിശന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് ചുമടുമായി പോകുന്ന ഒരു വൃദ്ധയുടെ ചുമട് തലയിലേറ്റി വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത്, മകനെ നിന്റെ കയ്യിൽ നിനക്ക് നൽകാൻ കാശില്ല, ഞാനൊരു ഉപദേശം നൽകാമെന്ന് പറഞ്ഞപ്പോ മക്കയിൽ ഒരു കള്ളപ്രവാചകൻ വന്നിട്ടുണ്ട്, നീ അവന്റെ ഒരിക്കലും കെണിയിൽ പെട്ടുപോകരുത് എന്ന് വൃദ്ധ മാതാവ് പറയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മ ആ പ്രവാചകൻ ഞാനാണെന്ന് പറഞ്ഞ് തിരുത്തി. അവിടെ ഇസ്ലാമിനെ വളർത്തിയ പ്രവാചകരാണ്. അതാണ് ഖുലുഖ്, സ്വഭാവം. അതല്ലേ ലോകം പറഞ്ഞത്. അതായത് യദോ ധർമ്മ സ്തദോ ജയ, ധർമ്മ രക്ഷതി രക്ഷിത എന്ന് മനുസ്മൃതി ലോകത്തോട് പറയുന്നുണ്ട്. യദോ ധർമ്മ സ്തദോ ജയ, ധർമ്മ രക്ഷതി രക്ഷിത എന്നാ പറയുന്നത്. ആരെങ്കിലും ധർമ്മത്തെ കാത്താൽ, ആരെങ്കിലും മൂല്യങ്ങളെ കാത്താൽ, ആരെങ്കിലും സംസ്കാരത്തെ കാത്താൽ, ആരെങ്കിലും സൗഹൃദം സംരക്ഷിച്ചാൽ, ആരെങ്കിലും മാനവികതയെ സംരക്ഷിച്ചാൽ ആ സൗഹൃദം, ആ മാനവികത അവനെ തന്നെ രക്ഷപ്പെടുത്തുമെന്ന. നോക്കൂ, അപ്പൊ സ്വഭാവത്തിൽ ആ പ്രവാചകന്റെ വിജ്ഞാനത്തിലോ പ്രവാചകന്റെ സഹനത്തിലോ തുല്യതയില്ല. ആരെങ്കിലും തുല്യത വെക്കാൻ ഒരാളുമില്ല എന്ന നമുക്കറിയാം. ആർ.കെ. നായർ സൂചിപ്പിച്ച പ്രവാചകന്റെ ജീവിതത്തിന്റെ സ്വഭാവ മഹിമയുടെ, പ്രവാചകന്റെ നേതൃപാടവത്തിന്റെ, പ്രവാചകന്റെ ഭരണപാടവത്തിന്റെ, പ്രവാചകന്റെ സ്വഭാവ പാടവത്തിന്റെ ഇതളുകൾ ആ മഹാമനുഷ്യ പഠിപ്പിച്ചത് ഇന്നും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ച് നോക്കൂ നിങ്ങൾ, ശ്രീ ശങ്കരാചാര്യരുടെ ധർമ്മോപദേശവും ശ്രീ ഹരിചന്ദ്രന്റെ നിസ്വാർത്ഥശീലവും കൃഷ്ണനാം ഭഗവാന്റെ നിസ്തൂല ഭാവവും ബുദ്ധനാം ദേവന്റെ ഹിംസയാം യത്നവും ക്രിസ്തുവിൻ ത്യാഗ പരിത്യാഗശീലവും ഗാന്ധിതൻ സാഹസ സമ്പർക്കശീലവും ഗുരുനാക്കിന്റെ ചിന്താസൗര്യവും മോശതൻ സ്ഥായിയാം വിജ്ഞാസ്തുത്വവും നേഹതൻ യുക്തി പ്രബോധന ശൈലിയും എല്ലാം ഒരുമിച്ച
എല്ലാം ഒത്തൊരുമിച്ച അപൂർവ പൗർണമിയല്ലയോ ആമിന കൺമണി. എത്ര മനോഹരമായ ഈ അടുത്ത കാലത്തായി വർത്തമാന കാലഘട്ടത്തിൽ ഇസങ്ങളും ഇതിഹാസങ്ങളും ദൈവീക സംരംഭങ്ങളുമൊക്കെ നാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവസങ്കല്പത്തിലേക്ക് രാജ്യത്തിന്റെ ദിശ നിർണയിച്ച, രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ എതിർപ്പാട്ടേക്ക് കടന്നു വന്ന എല്ലാ മഹത്തുക്കളെയും എണ്ണിക്കൊണ്ട് പറയുന്നു, ഇവരെക്കാളൊക്കെ ഒരു പടി മുകളിലാണ്, ഇവരെക്കാളെല്ലാം ഒരു പടി മുന്നിലാണ് ആമിന കൺമണി മുഹമ്മദ് മുസ്തഫ. അത് തന്നെയാണ് ഈ പറയുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാദിൽ മഹത്തായ മാതൃകയുണ്ട്. അതാ നോക്കൂ നിങ്ങൾ, അതായത് ഏറ്റവും മനുഷ്യൻ മാന്യൻ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ മാന്യനാവുന്നത് എവിടെയാണ്? ആരെങ്കിലും തൻ്റെ ഭാര്യയെ ബഹുമാനിച്ചാൽ, ആരെങ്കിലും തൻ്റെ ഭാര്യയെ മാനിച്ചാൽ അയാൾ മാന്യൻ എന്ന് പറയുന്നത്. ആരെങ്കിലും തൻ്റെ ഭാര്യയെ അവഗണിച്ചാൽ അയാൾ ഭാഗ്യം കെട്ടവനാണെന്ന് പറയുമ്പോൾ സ്ത്രീകളോട് സമീപനമാണെന്ന് പറയുന്നത്. സുജൂദിൽ കിടക്കുന്ന സമയത്ത് തൻ്റെ പിഞ്ചുമകൻ 1.5 വയസ്സുകാരൻ തൻ്റെ തോളിൽ കയറിയിരുന്നു കൊണ്ട് ചെവി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം ഓടിച്ചപ്പോ സുജൂദ് നീട്ടിക്കൊടുത്ത് സുജൂദ് നീണ്ടുപോയി. എന്നിട്ട് ആ കുഞ്ഞ് ഇറങ്ങിപ്പോയപ്പോ തല ഉയർത്തി നിസ്കാരം കഴിഞ്ഞപ്പോ പ്രിയപ്പെട്ട മകൾ ചോദിച്ചു, ഉപ്പ എന്തുകൊണ്ടാണ് സുജൂദ് ദീർഘിപ്പിച്ചത്? ആ ഉപ്പാന്റെ മറുപടി, 1.5 വയസ്സുള്ള കുഞ്ഞുമകന് ഞാൻ എന്താണ് ചെയ്യുന്നത് അറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ തലയൊന്ന് ഇളക്കിയാൽ അവൻ്റെ കളി സ്വീപ്പായി പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ സുജൂദ് നീട്ടിയതാണ് എന്ന്. നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോരുന്ന സമയത്ത് തൻ്റെ ഷർട്ട് എടുത്തുകൊണ്ട് ധരിക്കാതിരിക്കുമ്പോൾ ആ ഷർട്ടിൻ്റെ കീശയിൽ അല്ലെങ്കിൽ അതിൻ്റെ കുപ്പായത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കയ്യിൽ ഒരു പൂച്ച കിടന്നുറങ്ങുകയാണ്. ആ പൂച്ചയുടെ ഉറക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ആ കുപ്പായത്തിന്റെ കൈ കഷ്ടിച്ചുകൊണ്ട് ആ മുറിങ്കയും ഷർട്ടും ധരിച്ചുകൊണ്ട് നിസ്കരിക്കാവുന്ന പ്രവാചകൻ, ആ പ്രവാചകനേക്കാൾ സ്വഭാവത്തിലോ സംസ്കാരത്തിലോ അതുപോലെ തന്നെ ആ പ്രവാചകന്റെ ഭരണ നേതൃത്വങ്ങളിലോ ജീവിതശൈലിയിലോ മറ്റൊരാളെ പകരം വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സദസ്സിൽ മഹാരഥന്മാരായ ആളുകൾ നമ്മെ അനുസ്മരിക്കപ്പെടുമ്പോൾ ആ പ്രവാചകൻ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മകൾ, അതായത് കാരുണ്യത്തിൻ്റെ, അതായത് സ്നേഹപ്രവാചകൻ്റെ, അതായത് പ്രവാചകൻ്റെ 1500 വാർഷികമാണല്ലോ. എല്ലാവരും സ്നേഹം കായ്ക്കാൻ, അല്ലെങ്കിൽ ഇന്നു മുതൽ ഒരു കൊല്ലമെങ്കിലും ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല എന്ന് ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ മുന്നോട്ട് പോകാൻ നമുക്ക് പ്രചോദനമാവട്ടെ, നമുക്കതിന് അവസരമാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടി തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ നേതാക്കന്മാരായ ആളുടെ ഹൃശ്യമായ ചെറിയ വാക്കിലൂടെയുള്ള ആശംസകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പരിപാടി കൂടി സദസ്സ് കടക്കാനുള്ളത്, നമ്മൾ ഈ മഅദുൽ ബയാൻ സാഹിത്യ സമാജം ഏകദേശം 35 വർഷത്തോളമായി, അത് 34 വർഷത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. ആ സംവിധാനത്തിന്റെ ഭാഗമായി ഇവിടെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഓരോ വീടുകളിലേക്കും നമ്മൾ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ സന്ദേശമായി ഒരു പുസ്തകം നൽകിയിരുന്നു. ആ പുസ്തകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 12 ചോദ്യങ്ങൾ അത് വായിച്ച് ഉത്തരം നൽകുന്നവർക്ക് ഇവിടെ നറുക്കെടുപ്പിലൂടെ 1, 2, 3 സ്ഥാനങ്ങൾക്ക് സമ്മാനം നൽകേണ്ടതുണ്ട്. അതിന് ബോക്സ് സ്ഥാപിച്ചിരുന്നു. അതിലൊരുപാട് ആളുകൾ അത് ബോക്സിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്ന് എടുക്കുകയും പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് അതിന് ശരിയായ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആ ഉത്തരങ്ങളിൽ നിന്ന് ഇവിടെ വേദിയിൽ വെച്ചുകൊണ്ട് നറുക്കെടുക്കും. ആ നറുക്കെടുപ്പിലൂടെ ആർക്കാണോ ഭാഗ്യശാലികൾ എല്ലാവർക്കും സമ്മതം കൊടുക്കാൻ കഴിയില്ല, സമ്മാനം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ഇവിടെ വെച്ചുകൊണ്ട് നറുക്കെടുത്ത് 1, 2, 3 സ്ഥാനങ്ങളെ നമ്മൾ നിർണ്ണയിക്കും. അവർക്കുള്ള പ്രോത്സാഹന സമ്മാനവും വേദിയിൽ വെച്ച് കൈമാറും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ ഇവിടെ മറമാടപ്പെട്ട മഹാരഥന്മാർ മഹത്തുക്കൾ ഇവിടെ ബർക്കത്ത് കൊണ്ട് സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ,